അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 1 ശിവനിയുടെ പ്രവേശനോത്സവമാണ്. ഹായ് ബൈ ഹായ് പറഞ്ഞേ. ശിവനെ ഞാൻ കാണിച്ചു തരാം, അവിടെ പോയി നിൽക്കും. ശിവനയുടെ യൂണിഫോമാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ അതെ വിപിൻ ചേട്ടൻ കാറില്ല, ടൈമില്ലാട്ടാ. അപ്പൊ നമ്മൾ പോണ സമയത്ത് അപ്പൊ ഞങ്ങളിത് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മോശമായ ഒരു അന്തരീക്ഷമായി പോയിട്ടാ. ഇന്നലെ നല്ല വെയിലായിരുന്നു. അപ്പൊ അതേ നല്ല മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യുന്നു തോന്നുന്നുണ്ട്. അപ്പൊ അതേ ശിവനിയുടെ സ്കൂളെത്തിയിട്ടാ. നല്ല മഴയാണ്. നമ്മള് കൊടയൊന്നും എടുത്തില്ല, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വലിയ കുഴപ്പമില്ലാത്ത അന്തരീക്ഷമായിരുന്നു കേട്ടാ. അപ്പോ നനയാൻ ചാൻസ് ഉണ്ട് നല്ല പോലെ. സ്റ്റുഡൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊട എടുത്തിട്ടുണ്ടായില്ല, അപ്പൊ അതുകൊണ്ട് വിപിൻ ചേട്ടൻ ഒരാളുടെ കൊടയൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. ശിവന്യ ദേ സ്കൂളെത്തി. അപ്പൊ ദേ വിപിൻ വാവനെ കൊണ്ടുപോവേട്ടാ. നല്ല മഴയാണ്. ശിവനി ഇങ്ങോട്ട് നോക്കിയടാ, ഇഷ്ടായാ? അപ്പൊ ഈ സ്റ്റേഡിയത്തിലാട്ടാ ഇവർക്ക് വിദ്യാരംഭം ഉണ്ട്. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പൊ ഇവിടെ വിദ്യാരംഭത്തിനോട് കൂടി സ്റ്റാർട്ട് ചെയ്യണേ. പിന്നെ ഓപ്പൺ ചെയ്യുന്നത് 5-ാം തീയതിയാണ്. സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ പാർക്കാണ് കേട്ടോ. അപ്പൊ കുറെ നേരം എന്നോട് ശിവന് പറയണ പാർക്ക് പിടിക്കുന്നു. ഇവിടെ ഡെയിലി കളിക്കാൻ വരാന്നൊക്കെയാണ് പറയണ ആള്. പാർക്കൊക്കെ ഉണ്ട്, ഭയങ്കര സന്തോഷത്തിലാ. സെറിമണി കഴിഞ്ഞപ്പോൾ നമുക്ക് ചായയും സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ണിയപ്പമാണ് കഴിക്കാൻ. ശിവനിക്ക് ഇഷ്ടമായ ഉണ്ണിയപ്പം? സൂപ്പർ. ശിവന് ഇതേ പാർക്കിലേക്ക് കളിക്കാൻ പോവാട്ടോ. ചെല്ലി പോയിക്കോ, കേറ്. ആ വരാം അമ്മ വരാം. ഊഞ്ഞാലിൽ പോയിക്കോ. ആ സെന്റല്ല. അപ്പോൾ അതേ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് പോവാണ്. നല്ല വലിയ മഴയായിട്ട് വന്നത്. വേഗം പോയി കറി കയറട്ടെ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് ചെറിയൊരു പർച്ചേസ് ഉണ്ട് കേട്ടോ. ശിവനിക്ക് ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണം. നമ്മളിപ്പോൾ ചെരുപ്പ് നോക്കാൻ വേണ്ടി കയറിയതാ. ശിവനെ ഓടി പോയിട്ടാണ് സെലക്ട് ചെയ്യുക. അതും ചേട്ടന്മാരെ സെക്ഷനിലാട്ട പോയി നിൽക്കണ ആള്. ശിവന് തന്നെ നോക്കി സെലക്ട് ചെയ്യട്ടോ ഓരോന്ന്. നോക്കട്ടെ. ആ കൊള്ളാം, ഇട്ട് നോക്കട്ടെ കേട്ടാ. ശിവനിക്ക് അപ്പോൾ ഇതേ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ആളെ ദൂരാനായിട്ട് കൂട്ടാക്കള്ള നല്ല പാകമുണ്ട്. അത് ഇപ്പൊ പൊട്ടിക്കല്ലേ കേട്ടാ. നമ്മള് നല്ല കളക്ഷൻ കിട്ടും ബാഗിനൊക്കെ. മേടിക്കാം. മിക്കതും ശിവനിയുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ കേട്ടാ. അവർക്ക് ഷൂ സോക്സ് മഴ ചെയ്തുകൊണ്ട് അലൗഡല്ല. അപ്പം അതേ ബ്ലാക്ക് കളറിലെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് എല്ലാവരും. ബ്ലാക്ക് തന്നെ വേണം. പല സെക്ഷനിലാട്ട ബാഗുകൾ. വാട്ടർ ബോട്ടിൽ മേടിക്കാൻ വേണ്ടി നിൽക്കാട്ടോ.
കൊള്ളാലോ കുപ്പിയും ഗ്ലാസും. അത് മതി. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് കടയിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യത്തിന് ലോഡ് സാധനങ്ങളുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, കുറച്ച് ഐറ്റംസ് ഉള്ളു. ഇനിയൊന്നുമില്ല, നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോണ്. അപ്പം നമ്മുടെ സ്വന്തം വീനസിലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേണേ. എന്നിട്ട് കഴിക്കാം. സമയത്ത് ചോറൊക്കെ ഉണ്ടാവണം. അപ്പം ശിവന് വീട്ടിലെത്തേണ്ട മുമ്പ് തന്നെ ഉറങ്ങിയിട്ട വണ്ടിയിലിരുന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ പിടിക്കുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്ന് അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണിത്. ഇത് ലഞ്ച് ബോക്സാണ്. ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ ടിഫിൻ ബോക്സ്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാട്ടോ. കാരണം ഏത് പ്രാവശ്യവും ശിവനിയുടെ ഏറ്റവും കൂടുതലായിട്ടത് ചീത്തയായി പോണ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലായിരിക്കും. എപ്പോഴും ഒന്നില്ലെങ്കിൽ നിപ്പിളിൻ്റെ ഭാഗം കടിച്ച് ചവച്ച് വൃത്തികേടാക്കും, അല്ലെങ്കിൽ അത് ബോട്ടിൽ ചീത്തയായി പോകും. അപ്പം ഇത്തിരി ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ് മേടിച്ചേക്കണേ. പിന്നെ അതേ സ്കെയില്, ഒടിയാത്ത ടൈപ്പ് സ്കെയില് മേടിച്ച്. ഇതിങ്ങനത്തെ ഒരു ഐറ്റം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കടയിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കണ്ടത്. കാരണം വേഗം ഒടിച്ച് കളയാൻ പറ്റിയൊരു സംഭവമാണ് സ്കെയിലെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ വലിയ പെട്ടെന്ന് നല്ല ഇത് ഒടിയില്ല എന്ന് പറയണേ. അത്യാവശ്യം ഞാൻ നല്ലപോലെ ബെൻഡ് ചെയ്തിട്ടും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ നെയിം സ്ലിപ്പ് മേടിച്ചു കുറച്ചധികം. അതുപോലെ തന്നെ ബ്രൗൺ പേപ്പർ, ബുക്ക് പൊതിയാനുള്ള ബ്രൗൺ പേപ്പർ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ നോട്ട് ബുക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. സ്കൂളിൽ നിന്ന് തന്നെ 4 ലൈനും 2 ലൈനും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബാഗ് മേടിച്ചു. ഇത് ടെക്സ്റ്റ് ബുക്കുകളാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കൊക്കെ കഴിഞ്ഞ മാസം തന്നെ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ എല്ലാം ഓപ്പൺ ചെയ്ത് ഞാൻ ഇപ്പോഴാണ് എല്ലാം കവർ ചെയ്ത് നമുക്ക് തന്നതാണ്. ഇത് ആർട്ടിൻ്റെ ഒരു ബുക്കാട്ടോ. ഇതിൽ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് പേജിലായിട്ട് ഇവർക്ക് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി നീഡിൽ വർക്ക്സും ക്രാഫ്റ്റിൻ്റെ എന്തൊക്കെയോ ചെയ്യാനായിട്ട് ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ സെമസ്റ്റർ 1ൻ്റെ ടെക്സ്റ്റ് ബുക്ക്, പിന്നെ അതുപോലെ തന്നെ A to Z വരെ എഴുതിപ്പിക്കണ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററൊക്കെ എഴുതിക്കണ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പിന്നെ നമ്പേഴ്സിൻ്റെ ബുക്ക്, അതുപോലെ തന്നെ മലയാളം ടെക്സ്റ്റ് കളിവഞ്ചി. പിന്നെ ഒരെണ്ണമുള്ളത് ക്രയോണിൻ്റെ ഒരു ബുക്കാണ്. ഇതിൽ ക്രയോൺ യൂസ് ചെയ്തിട്ട് ചെയ്യണ പെയിൻറ്റിങ്സ് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സെമസ്റ്റർ 2 ഒരു ടെക്സ്റ്റ്. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കുകൾ. ബാഗ് സ്കൂബിയുടെ ബാഗാണ് മേടിച്ചത്. ഇത് ആള് ഒരുപാട് പിങ്ക് കളറും ലൈറ്റ് കളേഴ്സൊക്കെ കുറേ എടുത്തു. അപ്പം ഞാൻ ഇത്തിരി ഡാർക്ക് എടുത്തത്. കാരണം അഴുക്കായാലും പെട്ടെന്ന് അങ്ങനെ അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഡാർക്ക് കളർ എടുത്തതാണ്. എന്തായാലും നല്ല ബാഗാണ്. 3 കള്ളിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ മേടിച്ചൊരു ഐറ്റമാണ് ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനായിട്ട് പറ്റിയൊരു സംഭവം. ഇവിടെ വാട്ടർ ബോട്ടിൽ നമുക്ക് വെക്കാം. ഇതിൻ്റെ അകത്ത് ടിഫിൻ ബോക്സ്, അതിന് പുറത്ത് ഒരു കള്ളിയിൽ ഉള്ളിൽ ലഞ്ച് ബോക്സ് വയ്ക്കാം, പുറത്ത് ടിഫിൻ ബോക്സ് വയ്ക്കാം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. വലിയ ക്യാഷൊന്നും ആയില്ല, 200 സംതിങ് എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബാഗിൽ വെക്കണ്ട. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ബാഗിൽ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും. പിന്നെ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് മാത്രമാണ് അലൗഡ്. അപ്പോൾ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. ഈ ജൂൺ ജൂലൈ മാസം വരെ ഇങ്ങനത്തെ ബ്ലാക്ക് ടൈപ്പ് ചെരുപ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ ഷൂ ആണ് അവർക്ക് നിർബന്ധമായിട്ടും. ഷൂവും സോക്സും ഇടണം എന്നാണ്. പിന്നെ മേടിച്ചതാണ് ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെൻസിൽസും പിന്നെ റബ്ബറൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാം മേടിച്ചു. വീട്ടിൽ വന്ന് ഫ്രഷായി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇനി ശിവന് എപ്പോഴാണ് എഴുന്നേൽക്കുകയെന്ന് അറിയില്ല. കാരണം നാളെ മുതൽ ഇനി റെഗുലറായിട്ട് ക്ലാസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ സ്കൂൾ ബസ്സിന് ആളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ പാരൻസ് തന്നെ എല്ലാവരും പോകണമെന്ന് നിർബന്ധമാണല്ലോ. അതിന് നാളെ മുതൽ സ്കൂൾ ബസ്സിനാണ് പോണത്. രാവിലെ ഒരു 8:30 ആകുമ്പോൾ ബസ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സാധാരണ ഇപ്പോൾ 3 മാസമായിട്ട് വെക്കേഷൻ ആയതുകൊണ്ട് ആ ഒരു ടൈമിലാണ് രാവിലെ എഴുന്നേൽക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയെന്നൊന്നും അറിയില്ല. നാളെ മുതൽ നേരത്തെ എഴുന്നേൽപ്പിച്ച് എല്ലാം റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തിട്ടൊക്കെ വേണമല്ലോ വിടാനായിട്ട്. അപ്പോൾ നാളെ മുതൽ ഒരു വല്ലാത്തൊരു തിക്കും തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ശിവനിയുടെ ഡേ ആയതുകൊണ്ട് ഫുള്ള് ശിവന് തന്നെയായിരുന്നു നമ്മുടെ വീഡിയോയിൽ. എനിക്ക് ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നണത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ വീഡിയോ എല്ലാവരും കാണണം മറക്കാതെ. അപ്പോൾ ഓക്കെ, ബൈ.